ഡീസൽ എഞ്ചിനുകളിൽ ഫ്യൂൽ മുഴുവനായി കത്താതെ പുറത്തേക്ക് വരുന്ന ഈ കറുത്ത പുകയെ സൂട്ട് പാർട്ടിക്കിൾസിനെ അന്തരീക്ഷത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാതെ തടഞ്ഞു നിർത്തുകയാണ് ഡീസൽ പർട്ടിക്കുലർ ഫിൽട്ടർ ചെയ്യുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കരിപ്പുക കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത ചെറിയ മൈക്രോൺ വലിപ്പമുള്ള കണികകളാണ്. ഇത് എഞ്ചിനിൽ നിന്ന് ഈ ഫിൽട്ടർ വഴി സഞ്ചരിക്കുമ്പോൾ ഈ സൂട്ടിനെ അന്തരീക്ഷത്തിലേക്ക് പോകാൻ അനുവദിക്കാതെ ശേഖരിച്ചു വെക്കും. ഇങ്ങനെ ശേഖരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫിൽട്ടർ നിറയാൻ തുടങ്ങും. അപ്പോൾ ഈ അടിഞ്ഞുകൂടിയ സൂട്ട് പാർട്ടിക്കിൾസിനെ നീക്കം ചെയ്യണം. ഈ നീക്കം ചെയ്യുന്ന പ്രോസസ്സിന് ഫിൽട്ടർ റീജനറേഷൻ എന്നാണ് പറയുന്നത്. പാസീവ് റീജനറേഷൻ, ആക്റ്റീവ് റീജനറേഷൻ, ഫോഴ്സ്ഡ് റീജനറേഷൻ എന്നീ വഴികളിലൂടെയാണ് ഫിൽട്ടറിലെ സൂട്ട് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നത്. പാസീവ് റീജനറേഷൻ പ്രോസസ്സ് സാധ്യമാകുന്നത് എഞ്ചിന്റെ എക്സോസ്റ്റ് സ്മോക്ക് 600 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ ഈ ഫിൽട്ടറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ സൂട്ട് പാർട്ടിക്കിൾസ് തനിയെ കത്തുകയും അന്തരീക്ഷത്തിന് അത്ര ദോഷമില്ലാത്ത രീതിയിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. എക്സോസ്റ്റ് ഗ്യാസ് 600 ഡിഗ്രി സെൽഷ്യസ് എത്തണമെങ്കിൽ വാഹനം കുറച്ചധികം ദൂരമെങ്കിലും വേഗതയിൽ ഓടിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ പാസീവ് റീജനറേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ആക്റ്റീവ് റീജനറേഷൻ പ്രോസസ്സിൽ ഫിൽട്ടറിൽ 45-50% സൂട്ട് പാർട്ടിക്കിൾസ് നിറയുമ്പോൾ എഞ്ചിൻ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷനിൽ മാറ്റങ്ങൾ വരുത്തി എക്സോസ്റ്റ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ 600 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ഈ ഫിൽട്ടറിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ടർ വഴി ഫ്യൂൽ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കത്തിച്ച് ഈ സൂട്ട് പാർട്ടിക്കിൾസിനെ കളയുന്ന രീതിയുമുണ്ട്. ഈ രണ്ട് റീജനറേഷൻ പ്രോസസ്സിലൂടെയും ഫിൽട്ടറിലെ സൂട്ട് പാർട്ടിക്കിൾസിനെ നീക്കം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫോഴ്സ്ഡ് റീജനറേഷൻ പ്രോസസ്സ് നടത്തേണ്ടതായി വരും. അതിനായി ഡയഗ്നോസ്റ്റിക് ടൂൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഫിൽട്ടറിലെ സൂട്ട് പാർട്ടിക്കിളിനെ നീക്കം ചെയ്യണം. പല വാഹന നിർമ്മാതാക്കളും വ്യത്യസ്ത രീതികളാണ് ഫിൽട്ടർ റീജനറേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നത്.